ട്യൂട്ടോറിയൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പരീക്ഷകളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ നാളുകളായിട്ടുള്ള നമ്മുടെ സംശയമായിരുന്നു എന്നായിരിക്കും SSLC അതുപോലെ തന്നെ +2 വിദ്യാർത്ഥികളുടെ പബ്ലിക് പരീക്ഷകൾ നടക്കുകയെന്ന്. എന്നാൽ ഇന്ന് അതിന് വളരെ കൃത്യതയാർന്ന ഒരു ഉത്തരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. SSLC +2 വിദ്യാർത്ഥികളുടെ എക്സാം ഡേറ്റ്സ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. മാർച്ച് 17 മുതൽ 30 വരെയായിരിക്കും കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ SSLC അതുപോലെ തന്നെ +2 പരീക്ഷകൾ നടക്കുക. പൊതുവിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളും കൂടിയുള്ള ഉന്നതതല ചർച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത്. പരീക്ഷകൾ +2 അതുപോലെ തന്നെ SSLC വിദ്യാർത്ഥികൾക്ക് മറ്റൊരു സംശയമായിരിക്കും മുഴുവൻ ഭാഗങ്ങളും പരീക്ഷയ്ക്ക് ഉണ്ടാകുമോ എന്ന്. സിലബസിൽ നിന്ന് ഭാഗങ്ങൾ വെട്ടിച്ചുരുക്കിയതായിട്ടുള്ള അറിവ് ലഭിച്ചിട്ടില്ല. അതിനാൽ തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ, അതായത് നമുക്ക് സിലബസിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും SSLC അതുപോലെ തന്നെ +2 പരീക്ഷകൾക്ക് ഉണ്ടാകാനാണ് സാധ്യത. അപ്പോൾ +2 പരീക്ഷകളെ സംബന്ധിച്ച് പറയുമ്പോൾ +1കാരുടെ കാര്യം ഇവിടെ എടുത്തു പറഞ്ഞിട്ടില്ല. ആയതിനാൽ തന്നെ മാർച്ച് 17 മുതൽ 30 വരെ ചിലപ്പോൾ +1കാരുടെ പരീക്ഷകളും നടക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ക്ലാസുകൾ റീഓപ്പൺ ചെയ്യാനുള്ള കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട്. അടുത്ത മാസം ജനുവരി 1-ാം തീയതി മുതലാണ് സ്കൂളുകൾ, അതായത് SSLC അതുപോലെ തന്നെ +2 വിദ്യാർത്ഥികൾക്ക് മാത്രം സ്കൂളുകളിൽ ചെന്ന് അവരുടെ സംശയ നിവാരണം നടത്താനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ SSLC അതുപോലെ തന്നെ +2 വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽസ് ഒന്നും ഇതുവരെ മുന്നോട്ട് നീങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജനുവരി 1 മുതൽ ഇവരുടെ പ്രാക്ടിക്കൽ പരീക്ഷകൾക്കുള്ള സംശയങ്ങളും നമുക്ക് സ്കൂളുകളിൽ ചെന്ന് നേരിട്ട് തീർക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികൾ രക്ഷിതാക്കളുടെ സമ്മതപത്രം, അതായത് അനുവാദപത്രം കൂടി വേണ്ടതാണ്. എന്നാൽ മാത്രമേ സ്കൂളുകളിലേക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് പ്രവേശിക്കാനും നിങ്ങളുടെ സംശയങ്ങൾ നിവാരണം ചെയ്യാനുമുള്ള സാധ്യതയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ഗൈഡ് വിക്ടേഴ്സ് വഴി നടത്തുന്ന നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഇതേ രീതിയിൽ തന്നെ തുടരുന്നതാണ്. അതിനോടൊപ്പം തന്നെ ജനുവരിയിൽ പ്രത്യേക റിവിഷൻസും, സ്കൂളുകളിൽ ചെന്ന ശേഷം പ്രത്യേക റിവിഷൻസും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളും കൂടാതെ നമുക്കറിയാം ഇതുവരെ നമുക്ക് പ്രത്യേകിച്ച് പരീക്ഷകളോ, അതായത് ക്രിസ്മസ് പരീക്ഷ, ഓണപരീക്ഷ അങ്ങനെ പരീക്ഷകളൊന്നും നടത്തിയിട്ടില്ല. അതിനാൽ തന്നെ പബ്ലിക് എക്സാമിന് വേണ്ടി, ഫൈനലിൽ നിന്ന് പഠിക്കുന്ന പബ്ലിക് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാതൃകാ പരീക്ഷകളുമാണ് ജനുവരിയിൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ ഡിസംബർ മാസമാണ്, ഡിസംബർ ഏകദേശം പകുതി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇനി ഏകദേശം ജനുവരി, ഫെബ്രുവരി തുടങ്ങി മാർച്ച് പകുതി വരെയുള്ള സമയങ്ങൾ മാത്രമേ നമ്മുടെ പബ്ലിക് എക്സാമിന് വേണ്ടി നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇനിയുള്ള സമയത്ത് തന്നെ വളരെ നന്നായിട്ട് പഠിച്ച് നമ്മുടെ പോർഷൻസ് ഒക്കെ തീർക്കാവുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ബിനൂസ് ട്യൂട്ടോറിയൽസ് എന്ന ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് സബ്ജക്ട്സ് ആണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വളരെ സൗജന്യമായിട്ട് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രാക്ടിക്കൽസിനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ചാനലിൽ തന്നെ എല്ലാ പ്രാക്ടിക്കൽസും നിങ്ങളെ കാണിച്ചുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തിയറി പഠിക്കുന്നതിനോടൊപ്പം തന്നെ പ്രാക്ടിക്കൽസും കവർ ചെയ്ത് പഠിക്കാനുള്ളൊരു അവസരം ചാനലിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടുകാർക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക. ഒപ്പം ചാനലിൽ നിന്ന് കൂടുതൽ വീഡിയോസ് നിങ്ങൾ ഇതുപോലെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളിലും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവരും വേഗം തന്നെ പഠിച്ചു തുടങ്ങുക. പഠിക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. താങ്ക്